കോൺഗ്രസ് ചതിച്ചു. പത്തനംതിട്ടയിൽ വീണ്ടും മത്സരിക്കുമെന്ന PC ജോർജ് MLA. നേരത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും പിന്നീട് പിന്മാറുകയും ചെയ്ത PC ജോർജ് കോൺഗ്രസ് ചതിച്ചുവെന്നാരോപിച്ചാണ് വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുന്നത്. UDF-മായി സഹകരിച്ചു പോകാം എന്ന കോൺഗ്രസ് നേതാക്കളുടെ ഉറപ്പിനെ തുടർന്നാണ് PC ജോർജ് മത്സരത്തിൽ നിന്ന് പിന്മാറിയത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി എന്നിവർ മത്സരിക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എല്ലായിടത്തും UDF-മായി സഹകരിക്കാനും ധാരണയായിരുന്നു. എന്നാൽ താൻ മത്സരിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ പിന്നെ കോൺഗ്രസ് നേതാക്കളെ കണ്ടില്ല എന്നും അവർ ചതിച്ചുവെന്നും PC ജോർജ് ആരോപിച്ചു. കോൺഗ്രസുമായി ഇനി ബന്ധമില്ല, ഇനി അവർ ആവശ്യപ്പെട്ടാലും പിന്മാറില്ല. പത്തനംതിട്ടയിൽ 2 ലക്ഷം വോട്ടിന് വിജയിക്കുമെന്നും PC ജോർജ് വ്യക്തമാക്കി. പത്തനംതിട്ടയിൽ തന്നെ സഹായിക്കുന്നവരെ മറ്റു മണ്ഡലങ്ങളിൽ സഹായിക്കും. ചൊവ്വാഴ്ച ചേരുന്ന പാർട്ടി യോഗത്തിൽ തീരുമാനം പ്രഖ്യാപിക്കും. BJP മോശം പാർട്ടിയായി കാണുന്നില്ല, അവർ പിന്തുണച്ചാൽ സ്വീകരിക്കുമെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് കത്ത് നൽകിയത്. ഇപ്പോൾ അവർക്ക് ഇതേക്കുറിച്ച് അറിയില്ല എന്നാണ് പറയുന്നതെന്നും PC ജോർജ് പറഞ്ഞു. 26-ന് കോട്ടയത്ത് ചേരുന്ന പാർട്ടി യോഗത്തിൽ തീരുമാനം പ്രഖ്യാപിക്കും. BJP പിന്തുണ തന്നാൽ സ്വീകരിക്കുകയും ചെയ്യും. BJP മോശം പാർട്ടിയായി കാണുന്നില്ല. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മുന്നണിയിൽ ചേർക്കണം എന്ന കത്ത് നൽകിയതെന്നും PC ജോർജ് പറഞ്ഞു. വൈസ് ചെയർമാൻമാരായ EK ഹസൻകുട്ടി, ഭാസ്കരപിള്ള എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അതേസമയം PC ജോർജിനെ വഞ്ചിച്ചിട്ടില്ല എന്നും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരെ തടയാനില്ലെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. PC ജോർജ് അടുത്ത സുഹൃത്താണ്, അദ്ദേഹത്തോട് എപ്പോഴും സംസാരിക്കാറുണ്ട്. നേരത്തെ മത്സരിക്കരുതെന്ന് പറഞ്ഞിരുന്നതായും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പത്തനംതിട്ടയിൽ വീണ്ടും മത്സരിക്കണമെന്ന ജോർജിന്റെ പ്രഖ്യാപനത്തോട് പ്രതികരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ജോർജ് കണ്ടപ്പോൾ സഹകരണമടക്കം ചർച്ച ചെയ്തിരുന്നു. എന്നാൽ മുന്നണിയുടെ ഭാഗമാകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാവകാശം വേണം. ഘടകകക്ഷികളുമായി ആലോചിക്കേണ്ടതുണ്ട്. എല്ലാ നേതാക്കളും തിരക്കിലാണ്. എല്ലാവരെയും ഒരുമിച്ച് കിട്ടിയാൽ മാത്രമേ ഇക്കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ജോർജിനോട് മത്സരിക്കരുതെന്ന് വീണ്ടും ആവശ്യപ്പെടുമോ എന്ന ചോദ്യത്തിന് മത്സരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നും ആരെയും തടയാനില്ല എന്നുമായിരുന്നു. എന്തായാലും PC ജോർജ് മത്സരരംഗത്ത് ഇറങ്ങുന്നതോടെ വീട്ടിലാവുന്നത് BJP ആണ്. സുരേന്ദ്രനാണ് പത്തനംതിട്ടയിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ശബരിമല വിഷയത്തിലടക്കം PC ജോർജും ഭക്തർക്ക് അനുകൂലമായ നിലപാടിലായിരുന്നു. അതുകൊണ്ട് തന്നെ PC ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം സുരേന്ദ്രനെ ബാധിക്കും എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. PC ജോർജ് മത്സരിച്ചാൽ സുരേന്ദ്രന് കിട്ടാനിരിക്കുന്ന പകുതി വോട്ടും PC ജോർജിന് ലഭിക്കും എന്ന വിലയിരുത്തലുമുണ്ട്. അതുകൊണ്ട് തന്നെ BJPയുടെ ഇടപെടലാകും ഇനി നിർണായകമാവുക. തന്നെ പിന്തുണയ്ക്കുന്നവരെ മറ്റിടങ്ങളിൽ പിന്തുണയ്ക്കും എന്നും PC ജോർജ് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.